നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗസമവാക്യങ്ങൾ അതിലെ 58-ാമത്തെ പേജിലെ 3-ാമത്തെയും 4-ാമത്തെയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ എ കലണ്ടർ ഷീറ്റ്, ടേക്ക് എ സ്ക്വയർ കണ്ടെയ്നിങ് 9 numbers and mark the numbers on the left and right, top and bottom of the middle number. Calculate the products of the left and right numbers and the top and bottom numbers and also their difference. 8 into 10 is equal to 80. 80 minus 32 is equal to 48. 2 and 16 is equal to 32. Do this for other squares of 9 numbers. Explain using algebra why the difference is 48 in all cases. It is convenient to take the middle number as x. ഇവിടെ കലണ്ടറിൽ ഒരു പേജ് തന്നിട്ടുണ്ട്. അതിൽ 9 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ എടുത്തിരിക്കുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 9 ആണ്. അതിന് ചുറ്റും ഉള്ള 4 നമ്പേഴ്സ്, അതായത് അതിൻ്റെ മുകളിലും താഴെയും വരുന്നതും ഇടതും വലുതും വരുന്ന 4 നമ്പേഴ്സ്. ആ രണ്ട് മുകളിലും താഴെയും വരുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ ഇടതും വലുതും വരുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും അത് തമ്മിലുള്ള ഡിഫറൻസ് 48 ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രൂവ് ചെയ്യുക, മാത്രമല്ല ആൾജിബ്ര ഉപയോഗിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കലണ്ടറിലെ ഒരു പേജാണ് എടുത്തിരിക്കുന്നത്. കലണ്ടറിലെ ഒരു പേജിൽ 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ, 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതിലെ മിഡിൽ നമ്പർ ഇപ്പം ഇവിടെ നോക്കും, ഇതിൽ മിഡിൽ നമ്പർ 9 ആണ്. ഇത് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് തന്നെയാണ് ഈ പറയുന്നത്. അപ്പം മിഡിൽ നമ്പർ 9 ആണ്. അതിൻ്റെ ടോപ്പിലും ബോട്ടമിലും ഉള്ള നമ്പേഴ്സും അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള നമ്പേഴ്സും, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ്, അതായത് ടോപ്പിലും ബോട്ടം ഉള്ളതിൻ്റെ പ്രോഡക്റ്റും ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 48 ആയിരിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മധ്യത്തിൽ എടുത്തിരിക്കുന്ന നമ്പറിൻ്റെ മുകളിലും താഴെയുള്ള നമ്പറിൻ്റെ ഗുണനഫലം എടുക്കുക. അതുപോലെ ഇതിൻ്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ ഗുണനഫലം എടുക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 48 ആയിരിക്കും. 48 ആണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടോപ്പിലും ബോട്ടത്തിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 16ഉം. അപ്പോൾ 2 into 16, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 32. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 8 into 10, 18. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 80 minus 32. 80 minus 32 എന്താണ്? 48 ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ വേറൊരു സ്ക്വയർ ഈ കലണ്ടറിൻ്റെ പേജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. മാത്രമല്ല അതിനെ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് അതിൻ്റെ ബീജഗണിതം ഉപയോഗിച്ച് അത് വിവരിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേറൊരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് 12, 13, 14, 19, 20, 21, 26, 27, 28 ഇങ്ങനെ 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ നമ്പർ എന്ത് വരും? 20. അപ്പോൾ അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന നമ്പേഴ്സാണ് 13 and 17. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന നമ്പേഴ്സാണ് 19 and 21. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ ഇവിടെ ടോപ്പിലെ മുകളിലും താഴെയും വരുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിലും ബോട്ടമിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? അതായത് 13 into 27. 13 into 27 351 ആണ്. 13 into 27 351. ഇനി അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 19 into 21.
399. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 399 മൈനസ് 351, 48. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യത്യാസം നമുക്ക് 48 കിട്ടി. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ പ്രൂഫായി. ഇനി നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ബീജഗണിതം ഉപയോഗിച്ച് ഇത് വിവരിക്കണം. അപ്പം നമ്മളിവിടെ വേറൊരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഒരു ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേംസിൽ ഇതിനെ നമ്പേഴ്സിന് എഴുതാം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ, ഈ ഒരു കോളം ഇപ്പം 13നോട് 7 കൂട്ടിയാലാണ് അടുത്ത കോളത്തിലെ നമ്പർ കിട്ടുന്നത്. അതുപോലെ അതിനോട് 7 കൂട്ടിയാലാണ് അടുത്ത കോളത്തിലെ. അത് വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് എഴുതാം. അതായത് മിഡിൽ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. മിഡിൽ നമ്പർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ അതിൽ നിന്ന് 7 കൂട്ടിയാൽ അടുത്ത കോളത്തിലെ നമ്പർ കിട്ടും. അതുപോലെ 7 കുറച്ചാൽ മുകളിലുള്ളത് കിട്ടാൻ 7 കുറയ്ക്കുകയും താഴെയുള്ളത് കിട്ടാൻ 7 കൂട്ടുകയും ചെയ്യണം. അതുപോലെ ലെഫ്റ്റും റൈറ്റും ഉള്ളത്, ലെഫ്റ്റിലേക്ക് 1 കുറയ്ക്കണം, റൈറ്റിലേക്ക് 1 കൂട്ടണം. അതായത് 20 നിന്ന് 1 കുറച്ചാൽ 19, 20 നിന്ന് 1 കൂട്ടിയാൽ 21. അതുപോലെ 20 നിന്ന് 7 കുറച്ചാൽ 13, 20 നിന്ന് 7 കൂട്ടിയാൽ 27. അങ്ങനെയാണ് ഈ കലണ്ടറിലെ നമ്പേഴ്സ് വരുന്നത്. ഏതൊരു ഇതുപോലുള്ള ഒരു സ്ക്വയർ എടുത്താൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ഒരു ഘടന ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ നമ്പർ എക്സ് ആയിട്ട് എടുത്ത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോപ്പിലെ നമ്പർ എന്തായിരിക്കും? 7 കുറവ്, അതായത് x-7. അപ്പം താഴത്തെ നമ്പർ എന്തായിരിക്കും? x+7. ഇനി ലെഫ്റ്റിലെ നമ്പർ എന്തായിരിക്കും? 1 കുറക്കുക, x-1. റൈറ്റിലെ നമ്പർ 1 കൂട്ടുക, x+1. ആ മിഡിലെ നമ്പർ വെച്ചിട്ട് ഈ ചുറ്റുമുള്ള ഈ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? മുകളിലെയും താഴത്തെയും പ്രൊഡക്റ്റും ലെഫ്റ്റിലെയും റൈറ്റിലെയും പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 48 ആണെന്ന് നമുക്ക് ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? x-7 ഇൻറ്റു x+7. Product of top and bottom numbers. x-7 ഇൻറ്റു x+7. ഇതിപ്പോൾ ഏത് ഫോമാണ്? x+y ഇൻറ്റു x-y. അതെന്താണ്? x² മൈനസ് y². നമ്മൾ പഠിച്ചില്ലേ? x+y ഇൻറ്റു x-y ഇസ് ഈക്വൽ ടു x² മൈനസ് y². അതുപോലെ ഇവിടെ എങ്ങനെ വരും? x² മൈനസ് 7², അതായത് x² മൈനസ് 49. ഇനി അതേപോലെ ഇതിപ്പോൾ നമ്മൾ ടോപ്പും ബോട്ടവും അതുപോലെ ഇനി ലെഫ്റ്റും റൈറ്റും ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് അതെന്താണ്? x-1ഉം x+1ഉം അതിൻ്റെ പ്രൊഡക്റ്റ്. x-1 ഇൻറ്റു x+1. ഇതെന്ത് വരും? x² മൈനസ് 1², അതായത് x-1. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് കാണുക. ഡിഫറൻസ് എന്ത് വരും? x² മൈനസ് 49 മൈനസ് x-1. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിഫറൻസ് എടുക്കാം. സോറി, ഇവിടെ ഒരു x² ആണ് കേട്ടോ. x² മൈനസ് 1. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു x² മൈനസ് 1 മൈനസ് x² മൈനസ് 49. എപ്പോഴും ഈ ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കുക, കാരണം ഇവിടെ 2 ടേംസ് ഉണ്ട്, പിന്നെ മൈനസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ടേമും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x² മൈനസ് 1 മൈനസ് ഇൻറ്റു പോസിറ്റീവ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെന്ത് വരും? നെഗറ്റീവ് x². ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 49. പ്ലസ് x² മൈനസ് x² ക്യാൻസൽ ചെയ്ത് പോകും.
പിന്നെ വരുന്നത് എന്താണ്? 49 മൈനസ് 1 48. ഇപ്പോൾ ഡിഫറൻസ്, രണ്ടിൻ്റെയും ഡിഫറൻസ് 48 ആണെന്ന് ഇവിടെ നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. നാലാമത്തെ ചോദ്യം, ആസ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം മാർക്ക് എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ, മാർക്ക് ദ 4 നമ്പേഴ്സ് ഇൻ ദ കോർണേഴ്സ്. Calculate the products of the diagonal pairs of numbers and find their difference. 15 into 3 is equal to 45. 45 minus 17 is 28. 1 into 17, 17. Do these 4 other squares of 9 numbers. Explain using algebra why the difference is 28 in all cases. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 നമ്പേഴ്സ് വരുന്ന ഒരു സ്ക്വയർ എടുത്തിട്ട് മിഡിൽ നമ്പറിൻ്റെ ഡയഗണൽ നമ്പേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാനാണ്. ഡിഫറൻസ് 28 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയഗണലായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ഗുണനഫലത്തിൻ്റെ വ്യത്യാസം 28 ആയിരിക്കും. ഇവിടെ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഒരു സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. അതിൽ 9 ആണ് മിഡിൽ നമ്പർ. അപ്പം ഇതിൻ്റെ ഡയഗണൽ പെയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഡയഗണലായിട്ട് വരുന്നത്, ഡയഗണൽ വരുന്നത് ഇവിടെ 15 and 3, അതുപോലെ ഇവിടെ വരുന്നത് 1 and 17. ഇതിൻ്റെ പ്രൊഡക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 15 into 3, അതെന്താണ്? 45. അതുപോലെ ഈ ഡയഗണലിന് വരുന്നത് 17 into 1, 17. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 45 മൈനസ് 17. 45 മൈനസ് 17 എന്താണ്? 28 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് 28 ആണ്. ഇതുപോലെ വേറൊരു സ്ക്വയർ എടുത്തിട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 12 തുടങ്ങുന്ന ഒരു സ്ക്വയർ ആണ് നമ്മൾ എടുത്തത്. 12, 13, 14, 19, 20, 21, 26, 27, 28. ആ കലണ്ടറിൽ നിന്ന് ഈ ഒരു സ്ക്വയറാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ 9 നമ്പേഴ്സ് വരുന്ന ഏത് സ്ക്വയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ നമ്പർ ഇതാണ്. ഇതിൻ്റെ ഡയഗണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 26 and 14, അതുപോലെ ഒന്ന് 12 and 28. ഇത് തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് നോക്കാം. 28 വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 into 28. $336. 12 into 28 നമുക്ക് കിട്ടുന്നത് 336. ഇനി അതുപോലെ 26 into 14. 26 into 14 ചെയ്ത് നോക്കാം. 26ഉം 14ഉം. 364 ആണ്. 26 into 14 364. ഇനി 364ഉം 336ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 28 ആണ്. 364 മൈനസ് 336 is equal to 28. അപ്പോൾ ഡിഫറൻസ് 28 ആണെന്ന് കിട്ടി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. വേറൊരു സ്ക്വയർ എടുത്തിട്ട് പ്രൂവ് ചെയ്തു. അടുത്തത് ഇത് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ചിട്ടിത് വിവരിക്കുക. ഇവിടെ നോക്കും, ഈ ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ ഡയഗണൽ നമ്പേഴ്സ് വരുന്നത് ഈ മിഡിൽ നമ്പറിനെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ 20ൽ നിന്ന് 8 കുറച്ചാൽ 12, 20ൽ നിന്ന് 8 കൂട്ടിയാൽ 28. ഈ വരുന്ന ഡയഗണൽ എലമെൻറ്റ്സ്. അതുപോലെ ഈ ഡയഗണൽ നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? 20നോട് 6 കൂട്ടിയാൽ ഈ കോർണറിലേക്ക് കിട്ടും. അതുപോലെ 20ൽ നിന്ന് 6 കുറച്ചാൽ ഈ കോർണറിലേക്ക് കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ ജനറലായിട്ട് എഴുതുമ്പോൾ മിഡിൽ നമ്പർ എക്സ് ആയിട്ട് എടുത്ത്, അപ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടണമെങ്കിൽ 8 മൈനസ് ചെയ്യണം, ഇവിടുത്തെ നമ്പർ കിട്ടണമെങ്കിൽ 8 ആഡ് ചെയ്യണം. അപ്പം എക്സ് ഇവിടെ വരുന്നത് എക്സ് മൈനസ് 8. അതുപോലെ ഇവിടെ വരുന്നത് എക്സ് പ്ലസ് 8. ഇനി ഈ നമ്പറാ, ഇത് എക്സ് മൈനസ് എക്സ് പ്ലസ് 6. ഇവിടെ വരുന്നത് എക്സ് മൈനസ് 6.
അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. നമ്പേഴ്സ് വരുന്നത് എങ്ങനെയാണ്, എത്ര നമ്പർ കൂട്ടിയാലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര നമ്പർ കുറച്ചാലാണ് ഡയഗണൽ നമ്പേഴ്സ് കിട്ടുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഈ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുക. ആദ്യം ഈ ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. Product of first diagonal pairs x plus 6 into x minus 6. x plus y into x minus y എന്നുള്ള ഫോം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 36. ഇനി അതുപോലെ സെക്കൻഡ് പെയർ, അതായത് എക്സ് മൈനസ് 8ഉം എക്സ് പ്ലസ് 8ഉം. Product of second diagonal pair x minus 8 into x plus 8. x plus 8 into x minus 8. x square minus 8 square. x square minus 8 square എന്താണ്? 64. ഇതിൻ്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് is equal to x square minus 36 മൈനസ് ബ്രാക്കറ്റ് ഇടുക. രണ്ടും ബ്രാക്കറ്റ് ഇട്ട് ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 64. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 36. ഇത് ഇതുപോലെ തന്നെ വരും. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മൈനസ് ചെയ്യേണ്ട ഏതാണോ അതിന് ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കുക, മറക്കരുത്. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ടേംസിന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ നെഗറ്റീവ് കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പം നെഗറ്റീവ് എക്സ് സ്ക്വയർ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും? പോസിറ്റീവ് 64. പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വരുന്നത് 64 മൈനസ് 36. 64 മൈനസ് 36 28. അപ്പോൾ ഡിഫറൻസ് എന്താണ്? 28. അപ്പോൾ ഇതിൻ്റെ പ്രൂഫായില്ലേ? ഡയഗണൽ പെയേഴ്സിൻ്റെ ഡിഫറൻസ്, ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് 28 ആയിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്തു.